കായിക വിശേഷങ്ങളിലേക്ക് പോയാൽ മെൽബൺ 2020 ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് തോൽവിയാണ്. 125 റൺസ് വിജയലക്ഷ്യം. 14-ാം ഓവറിൽ ഓസീസ് മറികടന്നു. ബാറ്റിംഗിൽ നിറം മങ്ങിയതാണ് ഇന്ത്യക്ക് തിരിച്ചടിയത്. ഖിലാഫ് അഹമ്മദ് ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അപ്പോൾ ഖിലാഫെ, മെൽബണിൽ ഇന്ത്യക്ക് ശോകമാണ്, വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും ചെയ്തു, അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം നമുക്കറിയാം, ഈ ഒരു പരമ്പരയിലുടനീളം നമുക്കൊരു തിരിച്ചടിക്ക്, അതായത് ഏകദിന പരമ്പരയ്ക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് ഈ ഒരു 2020 പരമ്പരയിലേക്ക് ഇന്ത്യ എത്തുന്നത്. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. പിന്നാലെ രണ്ടാം 2020 ആയിരുന്നു മെൽബണിൽ ഇന്ന് നടന്നത്. ഈ ഒരു 2020-ലാണ് ഇന്ത്യക്ക് 4 വിക്കറ്റിന്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ബാറ്റിങ്ങിലെ തിരിച്ചടി, അതായത് ബാറ്റിംഗ് തകർച്ചയാണ് ഇന്ത്യക്ക് ഒരു മികച്ചൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കാത്തത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ 9 താരങ്ങളാണ് ഇന്ന് 2 അക്കം കടക്കാതെ പുറത്തായത്. ഇതിൽ നമുക്ക് ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് ഓപ്പണറായിട്ടുള്ള അഭിഷേക് ശർമ്മയുടെയും അതേപോലെ തന്നെ 6-ാമനായി ഇറങ്ങിയ ഹർഷിത് റാണയുടെയും പ്രകടനമാണ്. ഓപ്പണറായിട്ടുള്ള അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറി, അതായത് 68 റൺസ് എടുത്തു. അതേപോലെ തന്നെ ഹർഷിത് റാണ ഇന്ന് 35 റൺസ് എടുത്തു. ഒരു മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് സഞ്ജു സാംസന്റെ ഒരു നിറമങ്ങിയ പ്രകടനം നമ്മൾ ഇതിൽ എടുത്തു പറയണം. 2 റൺസ് മാത്രമാണ് താരം അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിലേക്ക് ഓസീസിലേക്ക് വരികയാണെങ്കിൽ ഓസീസ് നിരയിൽ ട്രവിസ് ഹെഡും അതേപോലെ തന്നെ നായകൻ മാർഷും ചേർന്ന് മികച്ചൊരു തുടക്കം തന്നെയാണ് ഓസീസിനായി നൽകിയത്. പിന്നാലെ തുടരാൻ 5 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും എന്നാൽ അവസാന ഓവറുകളിൽ ഈ ഒരു വിജയലക്ഷ്യം മറികടക്കുമായിരുന്നു. 14-ാം ഓവറിലൂടെ ഈ ഒരു വിജയലക്ഷ്യം മറികടന്ന് 40 ബോൾ ശേഷിക്കെ തന്നെ ഈ ഒരു വിജയലക്ഷ്യം മറികടന്ന് 4 വിക്കറ്റിന് ഓസ്ട്രേലിയ ഈ ഒരു മത്സരം വിജയിച്ച് പരമ്പരയിൽ മുന്നിലെത്താൻ സാധിച്ചു. ചെയ്തു.